ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കന്യാകുമാരിയിലെ ബാക്കി വിശേഷങ്ങളാണ് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ടാവും. നമ്മൾ നേരെ കന്യാകുമാരി ബീച്ചിലോട്ടാണ് പോകുന്നത്. ബീച്ചിലെ കാഴ്ചകളാണ് നമ്മൾ ആദ്യം കാണാൻ പോണത്. നമ്മൾ താമസിച്ച റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാട്ടോ ഈ ഒരു ബീച്ച് സൈഡും വരുന്നത്. അതുകൊണ്ട് തൊട്ടടുത്തായിരുന്നു, അധികം നടക്കേണ്ടതായിട്ട് വന്നില്ല. രണ്ട് സൈഡ് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ മഴ പെയ്യാനുള്ള ലക്ഷണമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കന്യാകുമാരി ബീച്ച്. നിറയെ തിരക്കാണ്. നമ്മൾ ആദ്യം വിചാരിച്ചു വെള്ളത്തിൽ ഇറങ്ങണ്ടെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ നമ്മൾ വെള്ളം കണ്ടപ്പോൾ എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാമെന്നൊക്കെ വിചാരിച്ചു. മഴയ്ക്കുള്ള ലക്ഷണം ഉണ്ടെങ്കിലും മഴ പെയ്തില്ല കേട്ടോ. ഇനി നമ്മൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്തു, വെള്ളത്തിലൊക്കെ ഇറങ്ങി. നല്ല രസമുണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റായിരുന്നു, നല്ല തണുത്ത ക്ലൈമറ്റും കാറ്റും ഒക്കെ ആയിരുന്നു കേട്ടോ. എവിടെയാ, എങ്ങനെയുണ്ട് ബീച്ചിൽ കളിച്ചിട്ട്? തണുപ്പുണ്ടാ? ക്ലിയർ വാട്ടറാ? അപ്പോൾ നമ്മൾ വെള്ളത്തിലൊക്കെ കളിച്ച് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് നല്ല ചൂട് ചായയൊക്കെ കുടിച്ച് കപ്പലിൻ്റെയൊക്കെ നല്ല ചൂട് കപ്പലിൻ്റെയൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറേ നേരം ഇവിടെ നിന്ന് അത് കഴിഞ്ഞ് തിരക്ക് കൂടിയപ്പോഴേക്കും നമ്മൾ നേരെ റൂമിലോട്ട് പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമ്മുടെ റൂം, നമ്മൾ താമസിക്കുന്ന സ്ഥലമൊക്കെ നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൈനാപ്പിളൊക്കെ മേടിച്ചു. പൈനാപ്പിൾ അല്ല, മാംഗോ ആയിട്ടാണ് മേടിച്ചത്. മാംഗോ ഉപ്പിലിട്ട് മേടിച്ചായിരുന്നു. അതൊക്കെ കഴിച്ചു. പിന്നെ ബബിൾസൊക്കെ മേടിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ റൂമിലോട്ട് പോയി. ഒന്നുകൂടെ കാണിച്ചേ, ഇങ്ങോട്ട് നോക്കി കാണിക്കേ. നമ്മൾ റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെ നമ്മൾ നടക്കാൻ പോയിരുന്നു നൈറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി കയറി റെസ്റ്റോറൻറ്റിൽ തന്നെ. നമ്മൾ താമസിക്കുന്നതിൻ്റെ താഴത്ത് തന്നെയായിട്ട് റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് സൂപ്പാണ്, ക്രീമി ചിക്കൻ സൂപ്പാണ് ഓർഡർ ചെയ്തത്. നല്ല ചൂടോടുകൂടി നല്ല ഫ്രഷ് ആയിട്ട് അവർ കൊണ്ട് നല്ല അടിപൊളിയായിരുന്നു ക്രീമി ചിക്കൻ സൂപ്പ്. അത് നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്തത് നമ്മൾ ചിക്കൻ ടിക്കയും നാനുമാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ ടിക്ക കഴിച്ചപ്പോഴേക്കും അവർ പറഞ്ഞ് ഫിഷ് ടിക്കയും കൂടെ ഉണ്ട്, അതൊന്ന് ട്രൈ ചെയ്യണം, കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫിഷ് ടിക്കയും കൂടെ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് ചിക്കൻ ടിക്ക. അവർ നല്ല അടിപൊളിയായിട്ട് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. കൂടെ സാലഡും ഉണ്ട്. സാലഡ് നമ്മുടെ ക്യാരറ്റും കുക്കുംബറൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഉള്ളത്. ക്യാബേജൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചട്നി ആയിട്ടുള്ളത് മിൻറ്റിൻ്റെ ചട്നി, മയോണീസും ഉണ്ട്. നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബട്ടർ നാനാണ് ഓർഡർ ചെയ്തിട്ട്. നല്ല അടിപൊളി ചൂടോടുകൂടിയ ബട്ടർ നാനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചിക്കൻ ടിക്ക ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ചിക്കൻ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് മയോണീസും ചേർത്തും കഴിക്കാം, അല്ലെങ്കിൽ മിൻറ്റിൻ്റെ ചട്നി ഉപയോഗിച്ചിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ആദ്യം കഴിച്ചത്. അപ്പം അധികം ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ എനിക്ക് മയോണീസിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മിൻറ്റിൻ്റെ ചട്നിയാണ് കേട്ടോ. ഇതാണ് ഫിഷ് ടിക്ക. നന്നായിട്ട് അവർ അടിപൊളി ഡെക്കറേഷൻ, സെയിം ഡെക്കറേഷൻ ഐറ്റംസ് ആണ്. നമുക്ക് പിന്നെ അതിൻ്റെ കൂടെ ലൈമും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലൈം ആണ് മുകളിൽ ഒഴിച്ചത്. ഫിഷിൻ്റെ കഴിച്ചിട്ട് നമുക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഫിഷ് എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല. ചിക്കനാണ് കുറച്ചും കൂടി നന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഡിന്നർ കഴിച്ച് ഞങ്ങൾ നേരെ റൂമിൽ വന്ന്. ഇത് രാത്രിത്തെ വ്യൂ ആണ്. നമ്മുടെ റൂമിൽ നിന്ന് ആ കാണുന്ന ലൈറ്റാണ്, ഇതാണ് വിവേകാനന്ദ പാർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നു തുടങ്ങിയത് രാവിലത്തെ വ്യൂ ആണ്. രാവിലെ നമ്മൾ 6 മണിക്കാണ് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ സൂര്യൻ ഉദിക്കാൻ കാണാം, നമുക്ക് റൂമിൽ നിന്ന് കാണാം. അതാണ് നമ്മുടെ റൂമിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ കാണുന്ന ആൾക്കാർ മൊത്തം, അവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഈ നിൽക്കണ മൊത്തം സൂര്യൻ വരുന്നത് നോക്കി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കണവരാട്ടെ ഈ നിൽക്കുന്നവർ മൊത്തം. പക്ഷെ നമുക്ക് നമ്മുടെ റൂമിൽ നിന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പുറത്തേക്കൊന്നും പോയില്ല, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴക്കാറുള്ളത് കൊണ്ടും കാർമേഘം ഉള്ളത് കൊണ്ടും സൺ പൊങ്ങി വന്നില്ല.
അപ്പോൾ ഇത് ഏകദേശം ലൈറ്റൊക്കെ വന്നൊരു 7 മണി 8 മണി ആയിട്ടുള്ള സമയമാണ്. എന്നിട്ടും ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കണതാണ്. ആൾക്കാരെങ്ങും പോയിട്ടൊന്നുമില്ല, അവരിങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ 8 മണി ആയപ്പോഴേക്കും ഒരു അലാം അടിച്ച് നമ്മുടെ ഫിഷറീസിൽ നിന്ന് ബോട്ടുകളൊക്കെ ഫിഷ് എടുക്കാനൊക്കെ വേണ്ടി പോവുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രഷ് മീനൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് ഇപ്പം. അപ്പോൾ അതിൻ്റെ തിരക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രഷായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചെന്നപ്പോഴേക്കും ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് വട ഉണ്ടായിരുന്നു, പൊങ്കലുണ്ടായിരുന്നു, ചട്നി ഉണ്ടായിരുന്നു, ദോശ ഉണ്ടായിരുന്നു. ദോശ തന്നെ പലതരത്തിലുള്ള ദോശയും കാര്യങ്ങളുണ്ടായിരുന്നു. അനൂസ് ബ്രെഡും ജാമുമായിട്ട് എടുത്തത്, ഇതൊന്നും അനൂസ് എടുത്തില്ല. പിന്നെ ഞാൻ പൊങ്കൽ അടിപൊളിയായിരുന്നു. പൊങ്കലിൽ ഏറ്റവും കൂടുതലുള്ള കുരുമുളകായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പൊങ്കലാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പൊങ്കലിൻ്റെ കൂടെ നമുക്ക് സാമ്പാറുണ്ട്, അല്ലാതെ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ പൊങ്കലൊക്കെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണത്. പിന്നെ നമ്മൾ ചായ കുടിച്ചു. പിന്നെ അവിടെ ജ്യൂസ് ഉണ്ടായിരുന്നു, നമുക്ക് സ്ട്രോബെറി ജ്യൂസ് ഉണ്ടായിരുന്നു, മുന്തിരി ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കും. നമ്മൾ സ്ട്രോബെറിയും ചായയായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ദോശയാണെങ്കിലും ഗീ ദോശ ഉണ്ടായിരുന്നു, മസാല ദോശ ഉണ്ടായിരുന്നു, പിന്നെ ഓംലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓംലെറ്റൊന്നും നമ്മളൊന്നും ഓർഡർ ചെയ്തില്ല, ജസ്റ്റ് പ്ലെയിൻ ദോശ മാത്രമാണ് നമ്മൾ ട്രൈ ചെയ്തോളൂ. ചട്നീസ് ആണെങ്കിൽ നമുക്ക് തേങ്ങ ചട്നി മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. ബാക്കി പുതിനയില ചട്നിയൊന്നും നമുക്ക് ആ ടേസ്റ്റ് എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ തേങ്ങ ചട്നി മാത്രമേ ഇഷ്ടമുള്ളൂ. പിന്നെ ഫൈനലി നമ്മളൊരു മധുരത്തിന് വേണ്ടി നമ്മളിത് പൊങ്കലാട്ടോ, സ്വീറ്റ് പൊങ്കലാണ്. ആൻഡ് അതേപോലെ തന്നെ നമുക്ക് ക്യാരറ്റ് ഹൽവയാണത്. രണ്ടുമാണ് നമുക്ക് സ്വീറ്റായിട്ടുള്ളത്. രണ്ടും അടിപൊളിയായിരുന്നു. മധുരമാണെങ്കിലും നെയ്യൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി സ്വാദായിരുന്നു. അധികം ഹെവി മധുരമൊന്നുമില്ല, പാകത്തിനുള്ള മധുരം കാര്യങ്ങളും ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതർവൈസ് നോക്കുവാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റും നല്ലതായിരുന്നു കേട്ടോ, മോശം പറയാനായിട്ടൊന്നുമില്ല. ആൻഡ് ഇത് പൊങ്കലാണ്, സ്വീറ്റ് പൊങ്കലാണ്. മധുരമാണെങ്കിൽ അത്ര കട്ടി മധുരവും കാര്യങ്ങളൊന്നുമില്ല, ആവശ്യത്തിനുള്ള മധുരമൊക്കെ ഉള്ളൂ, നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞ് റൂമിലെത്തി ഏകദേശം ഒരു 11-12 മണി ആയപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മൾ നേരെ ട്രിവാൻഡ്രത്തിലേക്കാണ് പോണത്. ഇനി നമ്മൾ കാണാൻ പോണത് ചട്ടമ്പീസിനെയാണ്. ചട്ടമ്പീസിനെ കാണാൻ പോയി. അതേപോലെ തന്നെ നമ്മൾ ട്രിവാൻഡ്രം ലുലു കാണാൻ വേണ്ടി പോയി. അപ്പോൾ ആ വീഡിയോയൊക്കെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. Guys. ഇഷ്ടപ്പെട്ടാ? ഇപ്പൊ ഇതാണ് ഗൈസ് സ്പീഡും ബാത്റൂം. ഇത് ഫുള്ള് ഇങ്ങനത്തെ നല്ല ലക്ഷറി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് കേട്ടോ കൈ കഴുകണ സ്ഥലത്ത് സെയിം.